ഇപ്പോൾ ഞങ്ങളുള്ളത് ഡൽഹിയിൽ നിന്നും മണാലിയിലേക്കുള്ള ബസ്സിലാണ്. രാത്രി 10 മണിക്കാണ് ഞങ്ങൾ ഡൽഹിയിൽ നിന്നും ബസ്സിൽ കയറിയത്. ഇപ്പോൾ സമയം ഏകദേശം രാവിലെ 8 മണിയായി. ബസ്സിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണിത്. ബിയാസ് നദിക്ക് കുറുകെയുള്ള അണക്കെട്ടിന്റെ മുകളിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പോകുന്ന വഴി ചുറ്റും നോക്കാനേ പറ്റുന്നില്ലായിരുന്നു. അത്രയ്ക്കും അപകടം പിടിച്ച റോഡായിരുന്നു. കുന്നിൻ ചരിവിലൂടെയുള്ള റോഡുകളാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ ഒരു വശം വലിയ താഴ്ചയും മറുവശം ഇടിയാറായി നിൽക്കുന്ന തരത്തിലുള്ള കുന്നിൻ ചരിവുകളുമാണ്. പോകുന്ന വഴി ഇതുപോലെ മനോഹരമായ കാഴ്ചകളും പിന്നെ ഇത്തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന കാഴ്ചകളും കാണാം. കിലോമീറ്ററുകളോളം ദൂരമുള്ള 2-3 ടണലിലൂടെയായിരുന്നു പിന്നീടുള്ള യാത്ര. ഞങ്ങൾ ഏകദേശം കുളു എത്താറായപ്പോൾ തന്നെ ഞങ്ങളുടെ ഡ്രൈവർ വിളിച്ചിരുന്നു. കുളു കഴിഞ്ഞ് ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട് മണാലിക്ക്. പത്ത് 12 മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ രാവിലെ 10 മണിയോടെയാണ് ഞങ്ങൾ മണാലിയിലെത്തിയത്. ഞങ്ങളുടെ ഡ്രൈവർ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ 6 പേരുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു 7 സീറ്റ് വണ്ടിയായിരുന്നു അവർ അറേഞ്ച് ചെയ്തിരുന്നത്. ഇനിയുള്ള 3 ദിവസം ഈ വണ്ടിയും ഡ്രൈവറും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അവിടുന്ന് നേരെ ഞങ്ങൾ ഹോട്ടലിലേക്കാണ് പോയത്. ഹോട്ടലിലെ ടെറസിൽ നിന്നുള്ള കാഴ്ചയാണിത്. ചുറ്റും മഞ്ഞുമൂടി കിടക്കുന്ന മലനിരകൾ. ഇതാണ് ഞങ്ങളുടെ റൂം. നല്ലൊരു റൂം തന്നെയായിരുന്നു. റൂമിലാണെങ്കിൽ പോലും സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു. ആദ്യമായാണ് കമ്പിളി പുതപ്പിനുള്ളിൽ ജാക്കറ്റും ഷോക്സും ഗ്ലൗസും ഒക്കെ ഇട്ട് ഉറങ്ങുന്നത്. വെള്ളമൊന്നും കൈകൊണ്ട് തൊടാനേ പറ്റുന്നില്ലായിരുന്നു. ചൂടുവെള്ളം മിക്സ് ചെയ്താണ് ഉപയോഗിച്ചത്. ഇതാണ് ഹോട്ടലിന്റെ ഡൈനിങ് ഏരിയ.
ഇവിടുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഫ്രഷപ്പ് ആയതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.